Hello, welcome back. So, fourth semester BEd ഡിഗ്രിയുടെ എഡ്യൂക്കേഷണൽ തോട്ട്സ് ആൻഡ് പ്രാക്ടീസസ് എന്നുള്ള പേപ്പറിൻ്റെ ഏപ്രിൽ 2025 അതായത് പ്രീവിയസ് ഇയർ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 6 ക്വസ്റ്റ്യൻസ് 1 മാർക്കിനാണ്. ഇവിടെ ആൻസേഴ്സ് കുറച്ച് ഇലാബറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിങ്ങളൊരു 1 or 2 സെൻറ്റൻസസ് എഴുതിയാൽ മതിയാവും. ഇപ്പോൾ 2 മാർക്സിന് ചോദിച്ചാലും എഴുതാൻ പാകത്തിനാണ് ഇതിൻ്റെ ആൻസർ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 or 1 സെൻറ്റൻസ് എഴുതിയാൽ മതിയാവും. First question. What did Vivekananda believe about the role of teachers in shaping the minds of students? പ്രീവിയസ് വീഡിയോ കണ്ടവർക്കറിയാം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് 1-ൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സ്വാമി വിവേകാനന്ദ viewed the teacher as a guide and facilitator whose primary role is to help in the manifestation of the perfection already inherent in the individual. അപ്പം വിവേകാനന്ദയുടെ ഒരു കോട്ട് ഉണ്ടല്ലോ, ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ, അതാണ് എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്നുള്ളത്. ആ ഒരു കോട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ആൻസർ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ടീച്ചർ ഒരു ഗൈഡാണ്, ഫെസിലിറ്റേറ്റർ ആണ്. അവരുടെ റോൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ഒരു പേഴ്സണൽ ഓൾറെഡി ഇൻഹറൻ്റ് ആയിട്ടുള്ള പെർഫെക്ഷനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ദ ടീച്ചർ ഷുഡ് ഫോക്കസ് ഓൺ ക്യാരക്ടർ ഫോർമേഷൻ, മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ദ cultivation of the self-confidence and inner strength. Rather than merely transmitting information, the teacher inspires students to realize their true potential and develop a strong personality. ഇതിലിപ്പോൾ 1 മാർക്ക് ആയതുകൊണ്ട് ഈ ഒരു സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതിയാവും. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ടെഗോ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കണക്ടിങ് എഡ്യൂക്കേഷൻ വിത്ത് നേച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ്? പ്രകൃതിയും അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന ഒരു ഇതിൻ്റെ നേച്ചറും എൻവയോൺമെൻറ്റും എഡ്യൂക്കേഷനുമായി കണക്ട് ചെയ്യുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ടാഗോറിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ emphasized that education must be closely linked with nature and the environment to promote holistic development. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. So learning in natural surroundings fosters freedom, creativity, joy and emotional well-being. It helps students to develop a deep connection with the natural world, encourages observation and experiential learning, and nurtures aesthetic and cultural sensibilities, making education more meaningful and life-centered. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേച്ചറും എൻവയോൺമെൻറ്റും കണക്ട് ചെയ്യുന്നത് എന്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാച്ചുറൽ സറൗണ്ടിങ്സിൽ നമ്മൾ ലേൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രീഡം, ക്രിയേറ്റിവിറ്റി, ജോയ് ആൻഡ് ഇമോഷണൽ വെൽബീങ്ങിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഡീപ്പ് കണക്ഷൻ വിത്ത് ദ നാച്ചുറൽ വേൾഡ് ഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒബ്സർവേഷനും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങും വരും. അതോടൊപ്പം തന്നെ എസ്തെറ്റിക് ആൻഡ് കൾച്ചറൽ സെൻസിബിലിറ്റീസ് നർച്ചർ ചെയ്യും. അങ്ങനെ എഡ്യൂക്കേഷനെ കുറച്ചും കൂടെ മീനിങ് ആൻഡ് ലൈഫ് സെൻറ്റേർഡ് ആക്കാനായിട്ട് പറ്റും. ഇതിനെ ഒന്ന് ബ്രീഫായിട്ട് എഴുതാം. What is the essence of J. Krishnamurthi's teachings regarding self-discovery and awakening intelligence through questioning? So, J. Krishnamurthy importance of self-discovery കുറിച്ച് സ്ട്രെസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. And he said or talked about the need to free the mind from conditioning and authority. അതായത് കണ്ടീഷനിങ്ങിൽ നിന്നും അതോറിറ്റിയിൽ നിന്നൊക്കെ മൈൻഡിനെ ഫ്രീ ആക്കണം. ഇപ്പോൾ ട്രൂ ഇൻ്റലിജൻസ് അവേക്കൻ ചെയ്യണമെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റനിങ് വേണം, അവയർനെസ് വേണം, ക്രിട്ടിക്കൽ എൻക്വയറി വേണം, റാദർ ദാൻ ത്രൂ റോട്ട് മെമ്മറൈസേഷൻ. വെറുതെ കാണാതെ പഠിച്ചാൽ മാത്രം പോരാ. സോ എഡ്യൂക്കേഷൻ ലേണേഴ്സിന് എന്തിനു വേണ്ടി എൻകറേജ് ചെയ്യണം? സ്വയം മനസ്സിലാക്കാനും ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഡെവലപ്പ് ചെയ്യാനും ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് കൾട്ടിവേറ്റ് ചെയ്യാനും. അതാണ് ട്രൂ സൈക്കോളജിക്കൽ ഫ്രീഡം എന്നുള്ളതാണ് ജെ കൃഷ്ണമൂർത്തി പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതാണ് സെൽഫ് ഡിസ്കവറിയെക്കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇൻ്റലിജൻസിനെ ക്വസ്റ്റനിങ്ങിലൂടെ അവേക്കൻ ചെയ്യുക എന്നുള്ളതിനും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. യൂണിറ്റ് 1-ൽ തന്നെ ഈസ്റ്റേൺ തിങ്കേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ജോൺ ഡുബി വാട്ട് ഈസ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ? ഇത് വെസ്റ്റേൺ തിങ്കേഴ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ജോൺ ഡുബിയുടെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചാണ്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്. അപ്പോൾ അവിടെ എംഫസൈസ് ചെയ്യുന്നത് എക്സ്പീരിയൻസ്, ആക്ടിവിറ്റി ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് ദ എൻവയോൺമെൻറ്റ് ഒക്കെയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഡെമോക്രാറ്റിക് വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യണം, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ വേണം, അതുപോലെ തന്നെ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് വേണം. ഇതെല്ലാം എന്തിനെ പ്രിപ്പയർ ചെയ്യുന്നു? ലേണേഴ്സിനെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സൊസൈറ്റിക്ക് വേണ്ടി ലേണേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്നു. വാട്ട് ഈസ് ദ റോൾ ഓഫ് ടീച്ചർ ഇൻ റൂസോസ് എഡ്യൂക്കേഷണൽ തോട്ട്സ്? ഇതും വെസ്റ്റേൺ തിങ്കേഴ്സ്, യൂണിറ്റ് 1. സോ അക്കോർഡിംഗ് ടു റൂസോ, ദ ടീച്ചർ പ്ലേസ് എ റോൾ ഓഫ് എ ഫെസിലിറ്റേറ്റർ ആൻഡ് ഒബ്സർവർ. ഇവിടെ കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെൻറ്റിനെ ഗൈഡ് ചെയ്യുന്നു, പക്ഷെ ഒരു എക്സ്റ്റേണൽ അതോറിറ്റി ഒന്നും കുട്ടിയിൽ ഇമ്പോസ് ചെയ്യുന്നില്ല. ടീച്ചർ ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഗൈഡൻസ് കൊടുക്കുന്നത്. ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കുട്ടിയെ എക്സ്പീരിയൻസിലൂടെയും ഇൻട്രാക്ഷൻ വിത്ത് നേച്ചറിലൂടെയും ലേൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് കുട്ടിയുടെ നാച്ചുറൽ ഗുഡ്നെസ്സിനെയും ഫ്രീഡത്തിനെയും
പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഇവാൻ ഇലിച്ച് പ്രപ്പോസ് ടു റീപ്ലേസ് ഫോർമൽ സ്കൂളിംഗ് സിസ്റ്റംസ് ഇൻ ദി എഡ്യൂക്കേഷണൽ ഫിലോസഫി? സോ ഫോർമൽ സ്കൂളിംഗ് സിസ്റ്റംസിനെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹി പ്രപ്പോസ് ദ ഐഡിയ ഓഫ് ഡീ സ്കൂളിംഗ് സൊസൈറ്റി. അതായത് ഇവൻ എലിച്ചിൻ്റെ ഒരു ഐഡിയ ആണ് ഡീ സ്കൂളിംഗ് സൊസൈറ്റി. അതെന്താണെന്ന് പറഞ്ഞാൽ ഫോർമൽ സ്കൂളിങ്ങിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാണ്, അത് റെസ്ട്രിക്റ്റീവ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു ഇത്തരം സ്കൂളുകളെ നമ്മൾ ലേണിംഗ് നെറ്റ്വർക്ക്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം. അവിടെ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് വേണം, പിയർ ലേണിംഗ് വേണം, സ്കിൽ എക്സ്ചേഞ്ച് സിസ്റ്റംസ് വേണം. ഈ നെറ്റ്വർക്ക്സ് ആണ് എന്തിനുള്ള ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്? എഡ്യൂക്കേഷണൽ റിസോഴ്സസിലേക്കും ഓപ്പർച്യൂണിറ്റീസിലേക്കും. സോ ഇതെല്ലാം സ്റ്റുഡൻസിനെ എന്തിനു വേണ്ടി എനാബിൾ ചെയ്യുന്നുണ്ട്? അവരുടെ ഇൻട്രസ്റ്റ്, നീഡ്സ്, പേസ് ഇതൊക്കെ അനുസരിച്ച് ലേൺ ചെയ്യാനായിട്ട് അവരെ എനാബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ തന്നെ നമ്മൾ ഡെമോക്രറ്റൈസ് ചെയ്യുന്ന പോലെ കാണാം. പാർട്ട് ബിയിൽ 4 ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ 2 മാർക്കിൽ കൂടുതൽ ഒരു 3 to 4 മാർക്സിൻ്റെ പോലെ 3 മാർക്സിൻ്റെ ഒക്കെ പോലെ തോന്നും. അപ്പോൾ നിങ്ങളിതിൽ എന്താ പറയുക, ഒന്ന് ഷോർട്ട് ചെയ്ത് എഴുതുക. വാട്ട് റോൾ ഡിഡ് ഗാന്ധി അസൈൻ ടു ടീച്ചേഴ്സ് ഇൻ കൾട്ടിവേറ്റിംഗ് ദ ക്യാരക്ടർ ആൻഡ് വാല്യൂ ഓഫ് സ്റ്റുഡൻസ്? അതായത് ഗാന്ധിജി എന്ത് റോളാണ് ടീച്ചേഴ്സിന് കൊടുത്തത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ക്യാരക്ടർ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട്? അപ്പോൾ മഹാത്മാഗാന്ധി, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് നേഷൻ, ഇസ് എ പയനിയർ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ ഓൺ നൈറ്റ് തലീം. സോ ഹി അസൈൻഡ് എ ഫൗണ്ടേഷണൽ ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് റോൾ. വളരെ ഫൗണ്ടേഷണൽ ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് ആ റോളാണ് ടീച്ചേഴ്സിന് കൊടുത്തത്. കാരണം അവർ മോറൽ എക്സംപ്ലേഴ്സ് ആണ്, സോഷ്യൽ റിഫോമേഴ്സ് ആണ്, നേഷൻ ബിൽഡേഴ്സ് ആണ്. അപ്പോൾ ഗാന്ധിജി ബിലീവ് ചെയ്തത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലൈഫ് സെൻറ്റേർഡ് ആയിരിക്കണം, വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കണം, വാല്യൂ ബേസ്ഡ് ആയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ടീച്ചേഴ്സ് എന്തൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നാൽ ഒരു പ്രൊഡക്റ്റീവ് ഹാൻഡിക്രാഫ്റ്റ് വർക്ക് വേണം വിത്ത് ഇൻ്റലക്ച്വൽ ആൻഡ് മോറൽ ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ഒരു ടീച്ചറുടെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് കുറച്ച് കോർ വാല്യൂസ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ കോർ വാല്യൂസിൽ പെടുന്നതാണ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യ, നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസ, സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് റിലയൻസ്, സ്വദേശി, ഡിഗ്നിറ്റി ഓഫ് ലേബർ, കോപ്പറേഷൻ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. He emphasized that the character of the teacher directly influences the character of the student. ഒരു അധ്യാപകർ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അവരുടെ ക്യാരക്ടർ എന്താണ്, അത് കുട്ടികളെയും ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തത് നമ്മൾ പേഴ്സണൽ എക്സാമ്പിളിലൂടെയാണ് ഓരോ കുട്ടികളും ഓരോ വാല്യൂസ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സിംപ്ലിസിറ്റി ഓഫ് ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ എത്തിക്കൽ കണ്ടക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വെർബലി പറയാതെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മറ്റുള്ളവർക്ക് അത് പഠിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. Furthermore, the teacher should promote learning by doing. Teacher should encourage community engagement, ensure the holistic development of the learner, which means physical, mental, moral and spiritual. ഗാന്ധിയൻ ഫിലോസഫി അനുസരിച്ച് ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ടർ മാത്രമല്ല, ബട്ട് എ ലിവിങ് മോഡൽ ഓഫ് വാല്യൂസ് ആണ് ആൻഡ് അൻ ഏജന്റ് ഓഫ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. ഇനി വാട്ട് വർ അരബിന്ദോസ് വ്യൂസ് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ഡിസ്കവറി ആൻഡ് സെൽഫ് റിയലൈസേഷൻ ഇൻ എഡ്യൂക്കേഷൻ? ഇതും രണ്ടും യൂണിറ്റ് 1 നിന്നാണ് കേട്ടോ. ഇപ്പോൾ ശ്രീ അരബിന്ദോ ഈസ് റിഗാർഡഡ് ആസ് ദ ഫിലോസഫർ ഓഫ് ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ്റഗ്രൽ യോഗ. അദ്ദേഹം സെൽഫ് ഡിസ്കവറി ആൻഡ് സെൽഫ് റിയലൈസേഷനെ എഡ്യൂക്കേഷണൽ പ്രോസസ്സിൻ്റെ കോറായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ട്രൂ എഡ്യൂക്കേഷൻ ഇറ്റ് മസ്റ്റ് എയിം അറ്റ് ദ കംപ്ലീറ്റ് അൺഫോൾഡിങ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഇന്നർ ബീങ് ആൻഡ് ഡിവൈൻ പൊട്ടൻഷ്യൽ. ഒരു ഇൻഡിവിജ്വലിന് അയാളുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ ബീങ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഡിവൈൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതിനെ കംപ്ലീറ്റ്ലി അൺകവർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റിയലൈസ് ചെയ്യാനുള്ള ഒരു പാത്തായിരിക്കണം ട്രൂ എഡ്യൂക്കേഷൻ, റാദർ ദാൻ ദ മിയർ അക്യുമുലേഷൻ ഓഫ് എക്സ്റ്റേണൽ നോളജ്. വെറുതെ ബാഹ്യമായിട്ടുള്ള നോളജ് ഉണ്ടാക്കാൻ, സ്വയം കണ്ടെത്താനും സ്വയം തിരിച്ചറിയാനുമുള്ള ഒരു വഴിയായിരിക്കണം എഡ്യൂക്കേഷൻ. ഹിസ് തിയറി ഓഫ് ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ എംഫസൈസസ് ദ ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി 5 ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണ് ഈ ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് 5 ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി. ഒരാളുടെ വ്യക്തിത്വത്തിലെ 5 ആസ്പെക്ട്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇൻ്റഗ്രൽ എഡ്യൂക്കേഷന് സാധിക്കണം. ഒന്ന് ഫിസിക്കൽ, ബോഡി. രണ്ടാമത്തത് വൈറ്റൽ, വിച്ച് മീൻസ് ദ ഇമോഷൻസ് ആൻഡ് ഡിസയേഴ്സ്. തേർഡ് വൺ ഈസ് മെൻ്റൽ ഓർ ദി ഇൻ്റലക്ട്. ഫോർത്ത് വൺ സൈക്കിക് ഓർ ദി ഇന്നർ സോൾ. ഫിഫ്ത്ത് വൺ സ്പിരിച്വൽ ഓർ ദി ഹയർ കോൺഷ്യസ്നെസ്. അപ്പോൾ ഇത് 5ഉം ഹാർമോണിയസ്ലി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. അരബിന്ദോ സ്ട്രെസ്ഡ് ദാറ്റ് നോളേജ് ഷുഡ് അറൈസ് ഫ്രം വിത്തിൻ ദ ഇൻഡ്യൂഷൻ. ഒരാളുടെ ഇൻഡ്യൂഷനിൽ നിന്ന്, ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് പെട്ടെന്നുള്ള തോട്ടുകളിൽ നിന്ന്, ഇന്നർ അവേക്കനിങ്ങിൽ നിന്ന്, കോൺസെൻട്രേഷനിൽ നിന്ന്, സെൽഫ് എക്സ്പ്ലോറേഷനിൽ നിന്നൊക്കെയാണ് നോളേജ് വരിക. ഇവിടെ ഒരു ടീച്ചറുടെ റോൾ എന്താണ്? ടു ആക്ട് ആസ് എ ഗൈഡ്. ഒരു ഗൈഡായിട്ട് ആക്ട് ചെയ്യുക,
അത് ആ ലേണറിനെ ഇന്നർ ട്രൂത്തിനെ അവരുടെ ഉള്ളിലുള്ള സത്യത്തിനെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എഡ്യൂക്കേഷനെ അദ്ദേഹം കണ്ടത് ഒരു പ്രോസസ് ഓഫ് സ്പിരിച്വൽ എവല്യൂഷൻ ആയിട്ടാണ്. ഇവിടെ ആളുകൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഗെയിൻ ചെയ്യുന്നത് സെൽഫ് പെർസെപ്ഷനാണ്. അതോടൊപ്പം തന്നെ എ യൂണിറ്റി വിത്ത് എ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആൻഡ് എ ഹയർ ലെവൽ ഓഫ് അവയർനെസ്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു യാത്രയാണ് അല്ലെങ്കിൽ ഒരു ജേണിയാണ്, ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷനാണ് ആൻഡ് ദ റിയലൈസേഷൻ ഓഫ് ദി ഡിവൈൻ സെൽഫ്. സോ വാട്ട് വാസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു പ്ലേറ്റോ? ഈ 4 ക്വസ്റ്റ്യൻസും യൂണിറ്റ് 1 നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ഫ്രം ദിസ് എൻ്റെ ബുക്ക്. ഈ 4 അല്ല, ഈ ക്വസ്റ്റ്യനും. ഓക്കെ, വാട്ട് വാസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു പ്ലേറ്റോ? പ്ലേറ്റോ അറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് ഐഡിയലിസം ഇൻ എഡ്യൂക്കേഷൻ ആണ്. ഇസ് എ ഡിസൈപ്പിൾ ഓഫ് സോക്രട്ടീസ്. സോ ഹി അസർട്ടഡ് ദാറ്റ് ദ അൾട്ടിമേറ്റ് aim of education is the attainment of the idea of the good. നല്ലത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൻ്റെ അറ്റൈൻ ചെയ്യുക, അതിനെ കരസ്ഥമാക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിൽ ഈ ഐഡിയ ഓഫ് ദ ഗുഡിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഫോം ഓഫ് ട്രൂത്ത്, നോളജ് ആൻഡ് മോറൽ പെർഫെക്ഷൻ. അപ്പോൾ പ്ലേറ്റോ പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ടേണിങ് ദ സോൾ ടുവേർഡ് റിയാലിറ്റി. സത്യത്തിലേക്ക് ഒരു ആത്മാവിനെ, ഒരു സോളിനെ നയിക്കലാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ അങ്ങനെ നയിക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽസിന് എന്ത് സംഭവിക്കും? ദ വേൾഡ് ഓഫ് ഇഗ്നറൻസ്, ഈ അറിവില്ലായ്മയുടെ ലോകത്ത് നിന്നും സത്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പാതയിലേക്ക് അവർക്ക് നയിക്കപ്പെടാനാവും. ഹി എംഫസൈസ്ഡ് ദ കൾട്ടിവേഷൻ ഓഫ് കാർഡിനൽ വിർച്യൂസ്. കാർഡിനൽ വിർച്യൂസ് മീൻസ് മെയിൻ വിർച്യൂസ് ലൈക്ക് വിസ്ഡം, കറേജ്, ടെമ്പറൻസ് ആൻഡ് ജസ്റ്റിസ്. ഇതാണ് ഒരു ബാലൻസ്ഡ് ഹാർമോണിയസ് പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആണ്, അതുപോലെ തന്നെ സ്റ്റേജ് ബേസ്ഡ് ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ ജിംനാസ്റ്റിക്സ് ആണ്. ദെൻ മ്യൂസിക്, ഫോളോഡ് ബൈ മാത്തമാറ്റിക്സ് ആൻഡ് സയൻറ്റിഫിക് സ്റ്റഡീസ്, കൾമിനേറ്റിംഗ് ഇൻ ഡയലക്റ്റിക്സ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ റീസണിങ്. പ്ലേറ്റോ ബിലീവ്ഡ് ദാറ്റ് ഓൺലി ദോസ് ഹു അറ്റൈൻ ദ ഹയസ്റ്റ് നോളജ് ദ ഫിലോസഫർ കിങ്സ് ആർ ഫിറ്റ് ടു റൂൾ. അതായത് ഏറ്റവും പരമാർത്ഥമായിട്ടുള്ള നോളജ് അല്ലെങ്കിൽ പരമോന്നതിയിലുള്ള ഹയസ്റ്റ് നോളജ് അത് അറ്റൈൻ ചെയ്യുന്നവർക്ക് മാത്രമാണ്, ഫിലോസഫർ ആയിട്ടുള്ള കിങ്സിന് അല്ലെങ്കിൽ ഫിലോസഫർ കിങ്സിന് മാത്രമാണ് ദേ ആർ ഫിറ്റ് ടു റൂൾ. അവർക്ക് മാത്രമാണ് ഒരു നീതിപൂർവമായിട്ടുള്ള ജസ്റ്റ് ആൻഡ് ഐഡിയൽ സൊസൈറ്റി, സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എൻലൈറ്റ്മെൻറ്റിനും വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ ദ അച്ചീവ്മെൻറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഹാർമണിക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. 10th question also from unit 1. Describe Paulo Freire's critical pedagogy. So Paulo Freire is recognized as the father of critical pedagogy. അദ്ദേഹം ഡെവലപ്പ് ചെയ്തത് ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ട് വളരെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു അപ്രോച്ച് ഓഫ് ടു എഡ്യൂക്കേഷൻ ആണ്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ്സിനെ പ്രൊമോട്ട് ചെയ്യുക, ഡയലോഗ് മീൻസ് സംവാദം, ആൻഡ് ലിബറേഷൻ ഫ്രം ഒപ്രഷൻ. He strongly criticized the traditional banking model of education. അതായത് മുൻപുണ്ടായിരുന്ന ഒരു ബാങ്കിങ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തു. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് അവരുടെ നോളേജ് പാസീവ് ആയിട്ടുള്ള ലേണേഴ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യും. നമുക്കറിയുന്ന കാര്യങ്ങൾ ആസ് എ ടീച്ചർ ഒട്ടും റെസ്പോണ്ട് ചെയ്യാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലാത്ത പാസീവ് ആയിട്ടുള്ള ലേണേഴ്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അവിടെ അപ്പോൾ എന്ത് റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയാണ്? അവിടെ ഇൻഇക്വാലിറ്റി, ഡോമിനേഷൻ, ലാക്ക് ഓഫ് ക്രിട്ടിക്കൽ അവയർനെസ് ഒക്കെ ഇമ്പോസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിന് പകരം അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തത് പ്രോബ്ലം പോസിങ് മോഡൽ ഓഫ് എഡ്യൂക്കേഷനാണ്. ഇവിടെ ടീച്ചേഴ്സും സ്റ്റുഡൻസും കോലേണേഴ്സ് ആയിട്ട് ഒരു ഡയലോജിക്കൽ പ്രോസസ്സിൽ, അതായത് അവിടെ ഒരു ഡയലോഗ്, ഒരു എക്സ്ചേഞ്ച് ഓഫ് ഡയലോഗ്സ് നടക്കുന്നുണ്ട്. കാരണം അവിടെ കോലേണേഴ്സ് ആണ്, അവർ ജോയിൻലി നോളജ് കൺസ്ട്രക്ട് ചെയ്യാണ്. ഈ അപ്രോച്ച് എംഫസൈസ് ചെയ്യുന്നത് റിഫ്ലക്ഷൻ വിച്ച് മീൻസ് തിങ്കിങ് ആൻഡ് ആക്ഷൻ വിച്ച് മീൻസ് പ്രാക്സിസ്. അപ്പോൾ ഇതൊക്കെ കീ ടേംസ് ആണ്. അപ്പോൾ ഇതിലൂടെ ലേണേഴ്സ് എന്തിനെ ക്രിട്ടിക്കൽ എക്സാമിൻ ചെയ്യുന്നു? അവരുടെ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസിനെ അവർ എക്സാമിൻ ചെയ്യുന്നു. ഈ പ്രോസസ്സിലൂടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു മീൻസ് ഓഫ് എംപവർമെൻ്റായി മാറുന്നു. ഇവിടെ ഇൻഡിവിജ്വൽസിന് ഒപ്രഷനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നു, ഇൻജസ്റ്റിസിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നു, ഇൻഇക്വാലിറ്റിയെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നു. ഇവിടെ അവർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് ചേഞ്ച്. ദസ് ഫ്രൈറി വ്യൂഡ് എഡ്യൂക്കേഷൻ ആസ് എ പ്രാക്ടീസ് ഓഫ് ഫ്രീഡം ആൻഡ് എ ടൂൾ ഫോർ ഇമാൻസിപ്പേഷൻ എന്നാണ് പറയുന്നത്. ഫ്രീഡം പ്രാക്ടീസ് ചെയ്യാനും ഇമാൻസിപ്പേഷന് അല്ലെങ്കിൽ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ടാണ് ഫ്രൈറി എഡ്യൂക്കേഷനെ കണ്ടത്.
സോ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് എലാബറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളതൊന്നും കൂടെ ചുരുക്കി എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. കാരണം വി ഹാവ് ഓൺലി 2 hours ഐ ഗസ്. അതിൻ്റെ ഉള്ളിൽ ഇത്രയും എലാബറേറ്റ് ആയിട്ട് എഴുതാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും. അപ്പോൾ പാർട്ട് സി ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ചിട്ടാണ്. ഇവിടെ 4 to 5 questions, I think 5 questions are given here. 11th question, how does education contribute to social change? ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്തായാലും കുറച്ച് കീവേഡ്സ് എഴുതുന്നത് അറിഞ്ഞിരിക്കുന്നത് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂണിവേഴ്സലി അക്നോളജ്ഡ് ആസ് എ പവർഫുൾ ഏജൻറ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അല്ലെ, സോഷ്യൽ ചേഞ്ചിൻ്റെയും ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പവർഫുൾ ഏജൻ്റാണ് എഡ്യൂക്കേഷനും. അതുപോലെ തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു റോൾ ഇത് പ്ലേ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇൻഡിവിജ്വൽസിൻ്റെ നോളേജ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ആൻഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ഇതിനൊക്കെ ഷേപ്പ് ചെയ്യുന്നതിനായിട്ട്. അങ്ങനെ ഇറ്റ് ദർബൈ ഇൻഫ്ലുവൻസസ് ദ ഓവറോൾ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രസ് ഓഫ് സൊസൈറ്റി. അത് ഓരോ വ്യക്തിയുടെയും അറിവിനെയും ആറ്റിറ്റ്യൂഡിനെയും അവൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെയും അവൻ്റെ പ്രവൃത്തിയെയും എല്ലാത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്ട്രക്ചറിനെയും പ്രോഗ്രസ്സിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തല്ല, ഒരു മിയർ പ്രോസസ് ഓഫ് ഇൻഫോർമേഷൻ ട്രാൻസ്മിഷൻ അല്ല. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ജസ്റ്റ് ഇൻഫോർമേഷൻ ട്രാൻസ്മിഷൻ മാത്രമല്ല അവിടെ നടക്കുന്നത്. അതൊരു ഡൈനാമിക് ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. അവിടെ അവയർനെസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുള്ളത്, എഡ്യൂക്കേഷൻ ഇസ് എ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. അതായത് ഈ ലോകത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പണാണ് എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് പല ഗവൺമെൻറ്സും പല കൺട്രീസിലെ പല ഗവൺമെൻറ്സും എഡ്യൂക്കേഷനെ ഒരു വിഭാഗം ജനങ്ങൾക്ക് നിരോധിക്കുകയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ താല്പര്യമനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് നിറച്ചുകൊണ്ട് ആളുകളുടെ കാഴ്ചപ്പാടുകളെയും ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് ക്രിയേഷനെയൊക്കെ എതിർക്കാൻ നോക്കുന്നതും അല്ലെങ്കിൽ എഡ്യൂക്കേഷനെതിരെ തന്നെ പല ഗവൺമെൻറ്സും തിരിയുന്നത് ഈസ് ബിക്കോസ് ഓഫ് ദിസ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ്. അപ്പോൾ ഇതിനെന്തുണ്ട്? ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട് ഇൻ റീഷേപ്പിംഗ് ദ സൊസൈറ്റീസ്. സോ എഡ്യൂക്കേഷൻ എന്തൊക്കെ ഫോസ്റ്റർ ചെയ്യുന്നു, എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ്, റാഷണാലിറ്റി, സയൻറ്റിഫിക് ടെമ്പർ. ഇതെല്ലാം ഉള്ള ഒരു വ്യക്തി എന്തിനെ ക്വസ്റ്റ്യൻ ചെയ്യും? ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ട്രഡീഷൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യും. സോഷ്യൽ ഈവൽസ് ആയിട്ടുള്ള ഇന്നിക്വാലിറ്റി, ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റിസം, ജെൻഡർ ബയസ് ആൻഡ് ഇൻജസ്റ്റിസിനെ ചലഞ്ച് ചെയ്യും. ഈ കോണ്ടെക്സ്റ്റിൽ പൗലോ ഫ്രയറി, ദ ഫാദർ ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി, അദ്ദേഹം ആർഗ്യൂ ചെയ്ത ഒരു കാര്യമുണ്ട്. എഡ്യൂക്കേഷൻ ഷുഡ് പ്രൊമോട്ട് ക്രിട്ടിക്കൽ കോൺഷ്യസ്നസ് ഓർ കോൺഷ്യൻറ്റൈസേഷൻ ത്രൂ ഡയലോഗ്, റിഫ്ലക്ഷൻ ആൻഡ് ആക്ഷൻ. ഈ പ്രോസസ്സിലൂടെ ലേണേഴ്സ് എന്താവുന്നുണ്ട്? ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആവുന്നുണ്ട് ഇൻ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ലിബറേഷൻ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഒരു മേജർ ഇൻസ്ട്രുമെൻ്റ് ആണ് ഫോർ സോഷ്യൽ മൊബിലിറ്റി ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഇൻഡിവിജ്വൽസ് പല ബാരിയേഴ്സും അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. പോവേർട്ടി, ക്ലാസ്, കാസ്റ്റ് ആൻഡ് ജെൻഡർ ഇൻഇക്വാലിറ്റി. ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് വാല്യൂസ്, ഹ്യൂമൻ റൈറ്റ്സ്, ടോളറൻസ്, സെക്യുലറിസം ആൻഡ് റെസ്പെക്ട് ഫോർ ഡിവേഴ്സിറ്റി, ഇതൊക്കെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോൺ ട്യൂയി പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് പ്രിപ്പറേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന എഡ്യൂക്കേഷൻ കണ്ടിന്യൂസ്ലി എന്തിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്? സോഷ്യൽ എക്സ്പീരിയൻസസിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്, റീകൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ മോഡേണൈസേഷൻ, ഇന്നോവേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള ഇൻഡിവിജ്വൽസിന് സ്കിൽസ്, നോളജ് ആൻഡ് കോമ്പിറ്റൻസീസ് ഒക്കെ കൊടുക്കുന്നത് എഡ്യൂക്കേഷനാണ്. സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്, ടെക്നോളജിക്കൽ ഗ്രോത്ത് ആൻഡ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ തന്നെ ഇതെല്ലാം കൊടുക്കുന്നതിലൂടെ ഒരു നാഷണൽ ഡെവലപ്മെൻറ്റും ഗ്ലോബൽ പ്രോഗ്രസ്സും വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കാറ്റലിസ്റ്റ് ആണ്. അതിന് സോഷ്യൽ റിഫോമും റീകൺസ്ട്രക്ഷനും സംഭവിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽസിനെ അവരുടെ സോഷ്യൽ റിയാലിറ്റിയെ മാത്രം മനസ്സിലാക്കാനല്ല എഡ്യൂക്കേഷൻ പ്രാപ്തരാക്കുന്നത്, പക്ഷേ ഒരു സമൂഹത്തിനെ തന്നെ ആക്റ്റീവ്ലി ട്രാൻസ്ഫോം ചെയ്യുക ടുവേർഡ്സ് ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് മോഡേണൈസേഷൻ ഇൻഫ്ലുവൻസ് ദ റോൾ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം എങ്ങനെയാണ് അധ്യാപകരുടെ റോളിനെയും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ റോളിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സോ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്, ആധുനികവൽക്കരണം എന്ന് പറയുന്നത് വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ചേഞ്ചസ് എഡ്യൂക്കേഷൻ്റെ ഫീൽഡിലാണെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ റോൾ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ദ നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്.
അതായത് ഈ റാപ്പിഡ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഡ്രിവൺ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിലാണെങ്കിൽ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു? അത് ലാർജ്ലി ടീച്ചേഴ്സ് സെൻറ്റേർഡ് ആയിരുന്നു. ടീച്ചർ അവിടെ ഒരു സോൾ അതോറിറ്റി, ഏകയായിട്ടുള്ള ഒരു അതോറിറ്റിയെ പോലെ ആക്ട് ചെയ്യുകയും ട്രാൻസ്മിറ്റർ ഓഫ് നോളേജ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുകയും ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പാസീവാണ്, അല്ലെങ്കിൽ പാസീവ് റെസിപ്പിയൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. മോഡേണൈസേഷൻ സംഭവിച്ചതോടുകൂടി തന്നെ ഇവിടെ ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്, ഒരു പാരാഡിം ഷിഫ്റ്റ്. ഇവിടെ കുറച്ചും കൂടെ ലേണർ സെൻറ്റേർഡും ഫ്ലെക്സിബിളും അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവുമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എഡ്യൂക്കേഷനിൽ വന്നത്. അപ്പോൾ ഈ മോഡേൺ കോണ്ടെക്സ്റ്റിൽ ടീച്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് മിയർ ഇൻസ്ട്രക്ടേഴ്സ് മാത്രമല്ല, അവർ ഫെസിലിറ്റേറ്റേഴ്സാണ്, മെൻറ്റേഴ്സാണ്, ഗൈഡ്സ് ആൻഡ് കോ ലേണേഴ്സാണ്. അതായത് കൂടെ പഠിക്കുകയും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഈ റോൾ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി, കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രോബ്ലംസ് സോൾവിങ് സ്കിൽസ് അമംഗ് ലേണേഴ്സ്. അപ്പോൾ ഈ ഷിഫ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ജോൺ ഡിവിയുടെ ഒരു ഫിലോസഫി തന്നെയാണ്. അദ്ദേഹമാണ് എന്തിനെ അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത്? പ്രോഗ്രസീവ് എഡ്യൂക്കേഷനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എംഫസൈസ് ചെയ്തിരുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സ്റ്റേറ്റ് ചെയ്തു, ഇഫ് വി ടീച്ച് ടുഡേസ് സ്റ്റുഡൻസ് ആസ് വി ടോട്ട് എസ്റ്റർഡേസ് വി റോബ് ദം ഓഫ് ടുമോറോ. അതായത് ഇന്നത്തെ കുട്ടികളെ നമ്മൾ ഇന്നലത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും നല്ലൊരു നാളെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ നാളെയാണ് നമ്മൾ റോബ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ മോഷ്ടിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എഡ്യൂക്കേഷനിൽ വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ടീച്ചേഴ്സിന് പലപ്പോഴും ICT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഡിജിറ്റൽ ടൂൾസ്, മൾട്ടിമീഡിയ റിസോഴ്സസ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എല്ലാം അവരുടെ ടീച്ചിങ് പ്രാക്ടീസസിൽ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ആസ് എ പാർട്ട് ഓഫ് മോഡേണൈസേഷൻ അവർ കണ്ടിന്യൂസ്ലി അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും അവരുടെ പ്രൊഫഷണൽ സ്കിൽസ്. അതുപോലെ തന്നെ റെലവൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സിഗ്നിഫിക്കൻ്റ്ലി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. സ്കൂൾസും യൂണിവേഴ്സിറ്റീസും എല്ലാം ഈ പണ്ടത്തെ പോലെ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം ടീച്ചിങ്ങിലേക്ക് മാത്രമല്ല, പക്ഷേ സെൻറ്റേഴ്സ് ഓഫ് ഇന്നോവേഷൻ അതിൽ വന്നിട്ടുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റ്, റിസർച്ച്, ലൈഫ് ലോങ് ലേണിംഗ് എല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലാണ്. ഇൻ്റർ ഡിസിപ്ലിനറി ലേണിംഗ് ഉണ്ട്, വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ട്, ഗ്ലോബൽ കോമ്പിറ്റൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ 21st സെഞ്ച്വറിയുടെ നോളജ് എക്കണോമിയെ ചലഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ചലഞ്ചസിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ലേണിംഗ്, വിർച്വൽ ക്ലാസ് റൂംസ്, ബ്ലെൻഡഡ് ലേണിംഗ്, ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, ഇതെല്ലാം ആ ജിയോഗ്രഫിക്കൽ സോഷ്യൽ ബാരിയേഴ്സിന് അപ്പുറത്തേക്ക് എഡ്യൂക്കേഷനെ കൊണ്ടുപോവാണ്. അപ്പോൾ മോഡേണൈസേഷൻ ഇക്വിറ്റി, ഡൈവേഴ്സിറ്റി, ഡെമോക്രറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് അക്സസിബിളും കൂടെ ആക്കുന്നുണ്ട് ടു ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അതുപോലെ തന്നെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ, കോമ്പിറ്റൻസി ബേസ്ഡ് കരിക്കുലർ ആൻഡ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ സിസ്റ്റം, ഇതിൻ്റെയൊക്കെ അഡോപ്ഷനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, വിച്ച് ഫോക്കസ് ഓൺ ദി ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലേണേഴ്സ്. സോ ആൽവിൻ ടോഫ്ലർ പറഞ്ഞ പോലെ the illiterate of the 21st century will not be those who cannot read and write, but those who can not learn, unlearn and relearn. അതായത് നമ്മളിപ്പോൾ ഒരാളെ ഇല്ലിറ്ററേറ്റ് ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അറിയില്ല എന്നുള്ള അർത്ഥത്തിലാണല്ലോ നമ്മൾ ഒരു ആളെ ഇല്ലിറ്ററേറ്റ് ആണ് എന്ന് പറയുന്നത്. അതായത് അക്ഷരവിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് പറയുന്നത്. പക്ഷേ ആൽവിൻ ടോഫ്ലർ എന്താ പറയുന്നത്? 21st സെഞ്ച്വറിയിൽ ഒരാൾ ഇല്ലിറ്ററേറ്റ് ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ള അർത്ഥത്തിലല്ല. യു കനോട്ട് ലേൺ ചെയ്യാൻ പറ്റുന്നില്ല. പഠിച്ച ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അൺലേൺ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി തിരുത്തേണ്ടി വരും. അങ്ങനെ അൺലേൺ ചെയ്യാനോ റീലേൺ ചെയ്യാനോ പറ്റാത്തവരെയാണ് നമ്മൾ 21st സെഞ്ച്വറിയിൽ ഒരാളെ ഇല്ലിറ്ററേറ്റ് എന്ന് വരിക. അതായത് ആ ഇമ്പോർട്ടൻസ് ഓഫ് അഡാപ്റ്റബിലിറ്റി ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ് ഇൻ മോഡേൺ എഡ്യൂക്കേഷനാണ് ഇത് കാണിക്കുന്നത്. സോ മോഡേണൈസേഷൻ has transformed teachers into agents of change, facilitators of knowledge and lifelong learners. അപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡൈനാമിക് ആയിരിക്കണം, ഇൻക്ലൂസീവ് ആയിരിക്കണം ആൻഡ് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് സ്പേസ് ആയിരിക്കണം. സോ ഇതുകൊണ്ട് തന്നെ ടുഗെദർ ദേ പ്ലേ എ വെരി ക്രൂഷ്യൽ റോൾ ഇൻ ഫോസ്റ്ററിംഗ് ഇന്നോവേഷൻ, സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്ലോബൽ പ്രോഗ്രസ്, വിച്ച് എൻഷുർ ദാറ്റ് എഡ്യൂക്കേഷൻ റിമെയിൻസ് റിലവൻറ്റ് ഇൻ ആൻ എവർ റിവോൾവിംഗ് വേൾഡ്. അതായത് ലോകം എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ ഒരു റെലവൻ്റ് ആയി നിൽക്കണമെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള പല മാറ്റങ്ങളും അതിലേക്ക് വരണം. 13th, so explain the concept of social stratification and its impact on educational opportunities. So social stratification എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് ഇൻഇക്വാലിറ്റി നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽസിനെ റാങ്ക് ചെയ്തിരിക്കുന്നത് ഒരു ഹൈറാർക്കിയൽ ഓർഡറിലാണ്. അതിൽ പല ഫാക്ടേഴ്സും ഉണ്ട്. ചിലത് ക്ലാസ് ബേസ്ഡ് ആയിരിക്കാം, ചില കമ്മ്യൂണിറ്റീസ് കാസ്റ്റ് ബേസ്ഡ് ആയിരിക്കാം, ചിലത് ഇൻകം, ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, ജെൻഡർ ആൻഡ് പവർ. ഇത് ഇന്ത്യയിൽ മാത്രമോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമോ കാണുന്ന ഒരു പ്രതിഭാസമല്ല.
ഇറ്റ്സ് എ യൂണിവേഴ്സൽ സോഷ്യൽ ഫിനോമിനൻ. ഇവിടെ ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ ലൈഫ് ചാൻസസ്, അക്സസ് ടു റിസോഴ്സസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി എല്ലാമാണ്. അപ്പോൾ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ള കാറൽ മാർക്സ് ഒക്കെ ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷനെ ഒരു എക്കണോമിക് ക്ലാസ് ഡിവിഷൻ്റെ അത് ബേസിക്സിലാണ് കണ്ടിരുന്നത്, ബിറ്റ്വീൻ ദ ബൂർഷ്വാസി ആൻഡ് ദ പ്രോലിറ്ററേറ്റ്. ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ ആരാന്ന് പറയുക, പ്രോലിറ്ററേറ്റ് മീൻസ് ദ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ. മാക്സ് വെബർ ഇതിന് മറ്റൊരു മൾട്ടി ഡയമെൻഷണൽ പെർസ്പെക്റ്റീവാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ക്ലാസ്, സ്റ്റാറ്റസ്, പവർ ഇതെല്ലാം ഈ ഒരു സോഷ്യൽ ഹൈറാർക്കിയുടെ ഡിറ്റർമിനൻസ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചാണ്. ഇനി എന്താണ് ദ ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഓൺ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്? ഇത് വളരെയധികം വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ് നമുക്ക് പറയാം. ഇറ്റ്സ് വെരി പ്രൊഫൗണ്ട് ആൻഡ് ഫാർ റീച്ചിങ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കാണുന്ന എന്താണ്, ഇക്വാലിറ്റിയും സോഷ്യൽ മൊബിലിറ്റി. സോ വാട്ട് ഈസ് സോഷ്യൽ മൊബിലിറ്റി? അതായത് ഇപ്പം ഒരാളായിരിക്കുന്ന ഒരു കണ്ടീഷൻ, എക്കണോമിക് കണ്ടീഷൻ ആവാം, മെയിൻലി അതിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എക്സിസ്റ്റിംഗ് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ആണ്. ഇപ്പോൾ ഒരു ഹയർ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് ഒരാൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷനും വെൽ എക്വിപ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൈവറ്റ് കോച്ചിങ്ങും ഡിജിറ്റൽ റിസോഴ്സസും അതുപോലെ തന്നെ സപ്പോർട്ടീവായിട്ടുള്ള ഹോം എൻവയോൺമെൻറ്റ്സ് എല്ലാം കിട്ടും. അത് അവരുടെ അക്കാദമിക് സക്സസ്സിനെ ഡെഫിനറ്റ്ലി എൻഹാൻസ് ചെയ്യും. പക്ഷെ മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ലോവർ സോഷ്യോ എക്കണോമിക് അല്ലെങ്കിൽ ഒരു മാർജിനലൈസ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അക്സസ് മാത്രമാണ് ക്വാളിറ്റി സ്കൂൾസിലേക്കോ അല്ലെങ്കിൽ ഇൻഎഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസും പാരൻ്റൽ സപ്പോർട്ടൊക്കെ വളരെ കുറവായിരിക്കും. അത് പലപ്പോഴും അവർക്കൊരു എഡ്യൂക്കേഷണൽ ഡിസഡ്വാൻറ്റേജ് കൊണ്ടുവരികയും അവരുടെ അച്ചീവ്മെൻറ്റ് ലെവൽസ് എന്ന് പറയുന്നത് ലോവർ ആവാനുള്ള സാധ്യതയുമുണ്ട്. സോ പിയർ ബോർഡിയു ഇസ് എ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഈ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ഓഫ് കൾച്ചറൽ ക്യാപിറ്റലാണ്. ഇതിൽ ലാംഗ്വേജസ് ഉൾപ്പെടുന്നുണ്ട്, ആറ്റിറ്റ്യൂഡ്സിൽ ഉൾപ്പെടുന്നുണ്ട്, വാല്യൂസ് ആൻഡ് കൾച്ചറൽ നോളജ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഡോമിനൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് അലൈൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള സ്റ്റുഡൻസ് അവർക്കൊരു കൾച്ചറൽ ക്യാപിറ്റൽ അവർ പൊസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നു, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ അക്കാദമിക് സെറ്റിങ്സിലൊക്കെ അവർക്ക് അതെന്തായാലും ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യായിരിക്കും. അപ്പോൾ ഈ സ്ട്രാറ്റിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, ജെൻഡർ, ചില സമയത്ത് എത്തിനിസിറ്റി ആൻഡ് റീജിയൻ പലപ്പോഴും ഡിസ്ക്രിമിനേഷനിലേക്കും എക്സ്ക്ലൂഷനിലേക്കും അതുപോലെ തന്നെ അൺഈക്വൽ പാർട്ടിസിപ്പേഷനിലേക്കെല്ലാം കൊണ്ടുവരാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിന് ലോ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. പിന്നെ അവർക്ക് പലപ്പോഴും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പല സോഷ്യൽ സ്റ്റിഗ്മ, അതായത് സോഷ്യൽ സ്റ്റിഗ്മ മീൻസ് അവർ ഇപ്പം മാർജിനലൈസ്, ഇപ്പം നമ്മൾ ജിതിൻ്റെ കേസ് തന്നെ എടുക്കാം, പഠിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ പഠിക്കില്ല, അങ്ങനെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ കേൾക്കുക. അതുപോലെ തന്നെ ലിമിറ്റഡ് ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ, അതെല്ലാം ഈ പവർട്ടിയുടെ സൈക്കിൾസിനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്, പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഹവർ എഡ്യൂക്കേഷന് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു റോളുണ്ട്. അതിനൊരു പവർഫുൾ ടൂളായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും സോഷ്യൽ ട്രാൻസ്ഫോർമേഷനും മൊബിലിറ്റിക്കും വേണ്ടി. അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ത്രൂ എഡ്യൂക്കേഷൻ നമ്മൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, സ്കോളർഷിപ്സ് കൊടുക്കണം, ഇൻക്ലൂസീവ് പോളിസീസ് കൊടുക്കണം, അഫർമേറ്റീവ് ആക്ഷൻ എടുക്കണം. ഇതിലൂടെയാണ് നമുക്ക് ആ സോഷ്യൽ ഗ്യാപ്സ് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സിനെ എംപവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നെൽസൺ മണ്ടേല പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഇസ് എ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. അങ്ങനെ ആ ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും, ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സിഗ്നിഫിക്കൻറ്റ് ബാരിയേഴ്സ് ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസിന് കിട്ടുന്നതായിട്ട്, അതായത് ഇപ്പോൾ ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇപ്പോൾ ഒരു വെൽ സ്ട്രക്ചേർഡും ഇൻക്ലൂസീവുമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രമാണ് എംപവർമെൻറ്റിനും സോഷ്യൽ മൊബിലിറ്റിക്കും ഇക്വിറ്റബിൾ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ജസ്റ്റ് ആൻഡ് ഡെമോക്രാറ്റിക് സൊസൈറ്റി ആയിട്ട് മാറാനായിട്ട് സാധിക്കുള്ളൂ. സോ വിത്ത് ദിസ് ഐ വിൽ എൻഡ് ദിസ് വീഡിയോ. 14th ക്വസ്റ്റ്യൻ മുതൽ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ ലിസണിങ്.